എന്തെങ്കിലും തരത്തിലൊരു പരിക്ക് പറ്റിയ മനുഷ്യർക്കാണ് ഇതിനോട് കുറച്ചുകൂടി ഇങ്ങനെ ഒരു ആഭിമുഖ്യം. അതൊരു ജെനുവിനായിട്ടുള്ളൊരു കണ്ടെത്തലാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മനുഷ്യരായിട്ട് കണക്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചത് കേട്ടിരിക്കുമ്പോൾ പറഞ്ഞ കണക്ക് ഡിസീസിനെ കുറിച്ച് ഒരു ബ്രസീലിയൻ ഗോത്രം പറയുന്നത് ഡിസ്കണക്ടിവിറ്റിയാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യമായിട്ട് നമ്മുടെ ഒരു കണക്ടിവിറ്റി നഷ്ടമാണെന്ന് വിളിക്കുന്ന വാക്കാണ് എന്താ? രോഗം. ഇപ്പൊ കണക്ടിവിറ്റി തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു ടൂള്. അതിനകത്ത് ഏറ്റവും ഡയറക്റ്റായ ഒരു കണക്ടിവിറ്റിയാണ് ഈ പീപ്പിൾ ആർ സഫറിങ് അല്ലെ, ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ഒരേപോലെ സഹിക്കുന്നു. നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന കാര്യം തന്നെയാണ് കമ്പാഷൻ. ഈ കമ്പാഷൻ്റെ ഒരു നൂലുകൊണ്ട് കണക്ട് ചെയ്യുക മനുഷ്യർ. ഒരേ സഫറിങ് എന്ന ആ വാക്കിൻ്റെ അർത്ഥം. രണ്ടുപേര് സഹിക്കുന്നു എന്നവർക്ക് പിടുത്തം കിട്ടുന്ന ദിവസം തൊട്ട് അവരുടെ കഥ ഇങ്ങനെ മറ്റൊന്നാവുകയാണ്. ആ രീതിയിൽ ഇങ്ങനെ ഒരു നമുക്കിടയിൽ ഒരു സിബ്ലിംഗ് റിലേഷൻ ഉണ്ടായതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാവർക്കും ഒരു കാര്യം നടന്നതിൻ്റെയൊക്കെ ചില സങ്കടങ്ങളുണ്ട്. താങ്ക് യു. ഇങ്ങനെ കുറച്ചു കാലമായിട്ടൊക്കെ നമ്മുടെ ഇത്രയും ചില ഒത്തുചേരലുകൾക്ക് റെലവൻസ് ഉണ്ടെന്ന് പിടുത്തം കിട്ടുന്നത്, അതിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഈ ഒരു സന്ധ്യയെ മീനിങ് ആക്കുന്നു. നേരത്തെ പറഞ്ഞ കണക്ക് ഒരുമിച്ച് മനുഷ്യ വിഷമിക്കുന്നതിനും ചില കത്താർസിസ് ഉണ്ട്, ശുദ്ധീകരണമുണ്ട്. ഗ്രീസിലൊക്കെ ഈ ട്രാജഡീസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആരംഭിക്കുന്ന അങ്ങനെയാണ്. ദുഃഖത്തിൽ അവസാനിക്കുന്ന നാടകങ്ങൾ വിളിക്കുന്ന വാക്കാണ് നമ്മൾ ഈ ട്രാജഡി എന്ന് പറയുന്നത്. അതിങ്ങനെ അന്നത്തെ രീതിയിൽ ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായമാണ് ആ ഒരു രീതിയെ നിലനിർത്താനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേക ദിവസം എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യന്റെ നാടകം കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവരിങ്ങനെ ഒടുവിലത്തെ ഒരു കാര്യം മാത്രമല്ല ദുഃഖം എന്ന് പറയുന്നത്, ആദ്യം തൊട്ട് ആദ്യമധ്യാന്തം ഈ ദുഃഖത്തിലും ദുരന്തത്തിലും പെട്ടുപോയ മനുഷ്യരുടെ കഥ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് ഇവരെല്ലാവരും കൂടി വലിയവായി കിടന്ന് കരയെന്ന് പറയുന്നത്. അതൊരു വർഷത്തേക്കുള്ള അവരുടെ കമ്പാഷൻ എനർജിയാണെന്നാണ് പറയുന്നത്. ചെറിയ അളവിൽ സംഭവിക്കുന്നത് നമ്മൾ പാട്ട് പാടിയാലും കഥ പറഞ്ഞാലും ഒക്കെ ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഇങ്ങനെ മനുഷ്യന് വ്യസനമുണ്ടെന്ന് പറഞ്ഞൊരു സംഭവമാണ്. വ്യസനത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കണക്ക് ചിലപ്പോൾ ഒന്ന് കൈയൊക്കെ കോർത്തിരുന്നാൽ പോലും ഒരു ആശ്വാസമൊക്കെ ഉണ്ടാവും. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യത്തിനകത്താണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇങ്ങനെ മനുഷ്യൻ എന്ന് വെച്ചാൽ എന്താണ്? അയാളുടെ സക്സസ് സ്റ്റോറീസ് ഒന്നും ഒരു കഥയില്ല കേട്ടോ. അത് എൻഡ് ഓഫ് ദി ഡേ നമ്മളൊരു ബഞ്ച് ഇങ്ങനെ വിഷമങ്ങളാണ്. അപ്പം അത് ഇങ്ങനെ വാൻഗോക്കൊക്കെ മരിക്കുമ്പോൾ പറഞ്ഞ കണക്കാണ്, ഗ്രീഫ് റിമൈൻസ്. ബാക്കിയൊക്കെ കടന്നു പോകുന്നു, ദുഃഖം നിലനിൽക്കുന്ന പറഞ്ഞ സംഭവമാണ്. അത് വീണ്ടും ഈ സന്ധ്യയെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. അതിങ്ങനെ കുറച്ചുകൂടി നമ്മളെ അടുപ്പമുള്ളവരാക്കി മാറ്റുന്നു, ഈർപ്പമുള്ള മനുഷ്യരാക്കി മാറ്റുന്നു, റെസ്പോൺസിബിൾ പേഴ്സൺസ് ആക്കുന്നു. റെസ്പോൺസിബിലിറ്റി വളരെ പ്രധാനപ്പെട്ടാണ്. ഇങ്ങനെ അയാൾ സഹിക്കാൻ വിട്ടുകൊടുക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലും തരത്തിൽ അയാൾക്കൊരു ആശ്വാസമാകാനായിട്ട് നമുക്ക് പറ്റൂല്ലെന്നുള്ള അന്വേഷണം കൂടി അതിനകത്ത്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ഈ ക്രിസ്മസിന്റെ ഒരു പശ്ചാത്തലം വെറുതെ ഓർത്താൻ നല്ലതാണ്. ഇങ്ങനെ ഒരു പുരുഷനും സ്ത്രീയും കൂടി ചേർന്നിട്ട് അവരിങ്ങനെ അലയുന്ന മനുഷ്യരാണ്. ക്രിസ്മസ് സ്റ്റോറിക്കകത്തും കൃപിനകത്തും ഒക്കെ അവരിങ്ങനെ ഭംഗിയുള്ള മനുഷ്യരാണ്. പക്ഷെ വെറുതെ ഒരു നിറവേറുന്ന, അക്ഷരാർത്ഥത്തിൽ നിറവേറുള്ള ഒരു സ്ത്രീയുമായിട്ടൊരു പുരുഷൻ നടത്തിയ യാത്രയുടെ കഥയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ പെങ്ങന്മാരുണ്ട്. നമ്മളതിന് നരേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ആ യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച്. അത് സെൻസസിന്റെ പശ്ചാത്തലത്തിലാണ്. അതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഒരു ജനസംഖ്യയുടെ ഒരു പട്ടിക ഓരോരുത്തരുടെയും ഹോം ടൗണിൽ വെച്ച് നടത്തുന്നുണ്ട്. അവിടേക്ക് പോകുന്നതാണ്
നമ്മളുടെ ഒരു സുവിശേഷ പാരമ്പര്യം. ദൈവം വേണ്ടെന്ന് പറഞ്ഞൊരു കാര്യമായി സെൻസസ് എന്ന് പറയുന്നത്. ദാവീദിനോട് വളരെ കൃത്യമായിട്ട് ദൈവം പറയുന്നുണ്ട്, ഈ സെൻസസ് എടുക്കാൻ പാടില്ല. രണ്ട് കാര്യങ്ങളുണ്ട് ഈ സെൻസസ് എടുക്കാൻ പാടെന്ന് പറഞ്ഞാൽ. കാരണം സെൻസസ് എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ടാക്സ് ഗിവേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയാണ്. ഒരുത്തൻ തൊഴിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ ആരെ കൊണ്ട് നികുതി ഇടിപ്പിക്കുക എന്നുള്ളത്. രണ്ട്, അപ്രതീക്ഷിതമായ നേരങ്ങളിൽ യുദ്ധം ഉണ്ടാകും. അപ്പൊ പൊട്ടൻഷ്യൽ മിലിറ്റൻ, ഈ പറഞ്ഞൊരു മിലിറ്ററി സോഴ്സ് എന്ന നിലയിലാണ് സെൻസസ് എടുക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യനെ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞ ഭീതിയാണ് എന്ത് ഈ സെൻസസിനെ വിലക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിങ്ങനെ ടാക്സ് ആവാം, ഇതിന്റെ പേശിബലമാവാം എന്നൊക്കെ ഒരു ഭരണാധികാരിക്ക് ഒരു തിട്ടം കിട്ടുന്നതിനെ വിളിക്കുന്ന വാക്കായിരുന്നു സെൻസസ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുക കോളം. എല്ലാ കോളവും സത്യം പറഞ്ഞ എന്തൊരു അവാസ്തവമാണ്. സെക്സ്, 2 കോളം, എം ഓർ എഫ്, മെയിൽ ഓർ ഫീമെയിൽ. ആരേ കൂട്ടത്തില് മെയിൽ, ആരേ കൂട്ടത്തില് ഫീമെയിൽ. അതിന്റെ ഒരു ബയോളജിക്കലായ കാര്യം പോട്ടെ, അത് ഇമോഷണലായിട്ട് പോലും ഇവിടെ ആണും പെണ്ണും ആരാവില്ല. കുട്ടികളോട് ഒരു സെൻസസ് കോളം ഫോർമാറ്റ് തയ്യാറാക്കാൻ പറഞ്ഞാല് അവരെന്തുമാത്രം ചോയ്സ് ഇടും. അവര് മെയിൽ, എഫ്, എൽ, ജി, ക്യൂ, പിന്നെ ഒരു 7 കോളത്തിലെങ്കിലും ഈ ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ട് അവരെന്ത് ചെയ്യും, മുകളിലൊരു പ്ലസ് കൂടി ഇടും. അർത്ഥം എന്താണ്? വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങളുള്ള ശാരീരിക പ്രത്യേകമുള്ള മനുഷ്യരെയും എവിടെയെങ്കിലും ഉണ്ടാവാം. ഒറ്റ വാക്കാണ് ഡ്യുവാലിറ്റി എന്ന് പറയുന്ന സംഭവമാണ്. അങ്ങനെ മനുഷ്യനിങ്ങനെ കോളത്തിൽ ഒതുക്കുക എന്ന് പറഞ്ഞൊരു കുഞ്ഞു കാര്യത്തെ ദൈവം എതിർത്തു, അത്രയേ ഉള്ളൂ. കാരണം ദൈവം സൃഷ്ടിച്ച ഒന്നിനകത്തും ചതുരമില്ല. മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യവും ദൈവം സൃഷ്ടിച്ച കാര്യം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. ഒരു വൃത്തം വേണം, നമ്മളിങ്ങനെ വട്ടത്തിലിരിക്കണം, ഇവിടെ ഒരു പൈൻമരം വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറൊരു പൈൻമരം വെക്കണം. ഈ സിമിട്രി, അളവുകൾ എന്നൊക്കെ പറഞ്ഞ മനുഷ്യന്റെ മാത്രമാണ്. പക്ഷെ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങൾ അറിയണമെങ്കിൽ വെറുതെ ആകാശത്ത് നോക്കി കഴിഞ്ഞാൽ ഈ മേഘങ്ങൾക്ക് രൂപമില്ലാത്ത കണക്ക്, തിരകൾക്ക് രൂപമില്ലാത്ത കണക്ക്, മലകൾക്ക് രൂപമില്ലാത്ത കണക്ക്, ഈ രൂപമില്ലാത്തൊരു ഒന്നിന്റെ പേരാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അതിനൊരു കോളത്തിലും ഇങ്ങനെ നമുക്ക് വരച്ചു വെക്കാൻ പറ്റത്തില്ല. കുഞ്ഞുദാഹരണത്തിനായിട്ട് ഇപ്പോൾ ജോലി, ആ വീടിനകത്ത് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ വശത്തായിട്ട് നമ്മൾ എഴുതി വെക്കും ഇല്ല, അല്ലേ? നമ്മൾ എണീക്കുന്നതിനേക്കാൾ മുമ്പേ അടുക്കളയിൽ ഇങ്ങനെ പാത്രങ്ങൾ അനങ്ങുന്ന സ്വരം കേൾക്കാം, ഏത് മഴയത്തും മഞ്ഞത്തും. നമ്മൾ പതുക്കെ ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി പോകുമ്പോഴും ഇങ്ങനെ പാത്രം പോകുന്ന സ്വരം കേട്ടോണ്ടിരിക്കും. ആ സ്ത്രീയുടെ സൈഡിൽ നമ്മൾ എഴുതുന്ന വാക്കാണ് എന്ത്? തൊഴിലില്ല. അപ്പോൾ മനുഷ്യനെ ഇങ്ങനെ കളങ്ങളിലേക്ക് ചുരുക്കുന്നു പറയുന്ന ഒരു അപരാധത്തിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ദാവീദിനോട് ദൈവം ഈ സെൻസസ് വേണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് അതേ ഗോത്രത്തിൽ പിറന്നു എന്നൊരു കാരണം കൊണ്ട് മറ്റൊരു സെൻസസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ യേശു പിറക്കുന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അർത്ഥപൂർണമായൊരു സംഭവം. ഇങ്ങനെ ഇങ്ങനെ അനന്തത നമ്മുടെ ചെറിയ കോളത്തിലോട്ട് വരികയാണ്. അയാൾ ദേശത്തിന്റെ ഭാഗമാകുന്നു, ഒരു പ്രത്യേക മതപാരമ്പര്യത്തിന്റെ ഭാഗമാകുന്നു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. ഇതൊന്നുമല്ലോ, വേറെ ചിലവുണ്ട്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും, ആകുലതകൾ, അലച്ചില്, ഇങ്ങനെ വെന്ത നായക്കണക്ക് ഓടുക, ഇങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഫ്രജൈലിറ്റിയിലോട്ട് ഇങ്ങനെ ഒരാൾ വന്നതിന്റെ ഒരു കഥയത്. എം എൻ വിജയൻ്റെ ഒരു വാക്കുണ്ട്, യേശുവിനെ കുറിച്ച് എനിക്കുള്ള ഒരു ഏക താല്പര്യം അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി കരഞ്ഞ ദൈവസങ്കല്പമാണെന്നുള്ളത് ഇങ്ങനെ പല പ്രാവശ്യം വായിക്കണം. മനുഷ്യർക്ക് വേണ്ടി കരയുന്ന ദൈവസങ്കല്പം ഒരു ഭംഗിയുള്ള സങ്കല്പം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ ഒരു കോളത്തിലും ഒരു മനുഷ്യൻ, നിങ്ങൾ അഭിമുഖിക്കുന്ന ഒരു മനുഷ്യൻ ഒതുങ്ങുന്നില്ല. എന്ത് കോളത്തിലാണ് ഈ അടുത്തിരിക്കുന്നവരെയൊക്കെ നിങ്ങൾ നിർണയിക്കാൻ പോകുന്നത്?
ഇങ്ങനെ എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നൊക്കെ പറഞ്ഞ് ഒരു സങ്കീർത്തനമൊക്കെ ഉണ്ട്. അത് വാസ്തവത്തിൽ മനുഷ്യാവസ്ഥയെക്കുറിച്ചാണ്. ഇങ്ങനെ ഓവർവെൽമിങ് എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് ആണ് ഈ മനുഷ്യർക്കുള്ളത്. പിന്നെ ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇങ്ങനെ ശരീരത്തിലേക്ക് പറന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൻ്റെ രോഗാതുരത, ഇതിൻ്റെ ബുദ്ധിമുട്ട്, ഇതിൻ്റെ അലച്ചിൽ, ഇതിൻ്റെ വിശപ്പ്, ഇതിൻ്റെ നിരർത്ഥത, ഇതിലോട്ടൊക്കെ ഒരാൾ ബോധപൂർവം ചുരുങ്ങുന്നതിൻ്റെ കഥയാണ് ഈ പറയുന്ന ദ വേർഡ് ബിക്കേം ഫ്ലഷ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി അനുകമ്പയുള്ള ഒരു ലോകം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്മസിന്റെ തലേന്ന് എനിക്ക് 2 ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇങ്ങനെ പാതിര കുർബാനയിൽ പങ്കുചേരുക. 2, ഇങ്ങനെ അസാധാരണ കരുണയെക്കുറിച്ച് എഴുതുന്ന ഇങ്ങനെ വലിയ അളവിൽ കരുണയുള്ള എൻ്റെ ഒരു സ്നേഹിതൻ്റെ ഒരു പുസ്തക പ്രകാശനത്തിന് കോഴിക്കോട് പോവുക. ഈ പ്രായത്തിൽ എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് തന്നെയായിരുന്നു, 2ാമത്തെ കാര്യമായിരുന്നു. കാരണം അയാളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുള്ള മനുഷ്യരും ആ പുസ്തകം വായിക്കുന്ന മനുഷ്യരും ഈ അനുകമ്പയുള്ള മനുഷ്യരായിരിക്കും. ഒരു 10-50 അനുകമ്പയുള്ള മനുഷ്യരെ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ യാത്ര ഇത്തിരി ക്ലേശകരമാണെന്ന് നിങ്ങൾക്കറിയാം. ഒന്നുമല്ല വാസ്തവത്തിൽ. അവരെ കാണുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഈ അനുകമ്പയുള്ളവരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. വർക്കിൻ്റെ പേര് പോലെ ആ മുറിവേറ്റവർക്കുള്ള കഥകളെന്നാണ് വർക്കിൻ്റെ പേര്. നൗഷാദ് എന്നാണ് പേര് പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. കണക്ക് ഇവിടെ താവലും വരുന്ന ഇങ്ങനെ അനുകമ്പയുള്ള മനുഷ്യരെ കാണാൻ വേണ്ടിയാണ്. റെസൊണേറ്റിംഗ് ടുഗദർ എന്ന ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ ട്യൂണിങ് ഫോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് അല്ലേ ലാബിൽ ഉപയോഗിക്കും. ഒന്ന് അനങ്ങുമ്പോൾ മറ്റേതിങ്ങനെ ഒരു റെസൊണേറ്റിംഗ് ഹാർട്ട്സ്. അനുകമ്പനമാണ് അനുകമ്പമായിട്ട് മാറുന്നത്.